പിന്നെ ആരാണ്? അള്ളാഹു ആണോ? അള്ളാഹു ആണോ എന്നെ പറ്റിച്ചത് എന്നാലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യം അള്ളാഹു ആഹ്വാനം ചെയ്യുന്ന ജീവിത വിജയമാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? നമ്മളോട് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാൻ പറയുന്നതും, ഈ എന്താ പറയാ കുമ്പിട്ട് തഴമ്പ് വരുത്താൻ പറയുന്നതും, കുറെ ഖുർആൻ ഓതാൻ പറയുന്നതും, ഇതൊക്കെ ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗം പുൽകുക എന്നതാണ്. സ്വർഗം എന്ന് പറയുമ്പോൾ അനന്തമായ സന്തുഷ്ടമായ ജീവിതം. അതിനൊരു അന്ത്യമില്ല, മരണമില്ല. നമ്മൾ കലാകാലം സന്തോഷത്തോടെ ജീവിക്കും. അതാണ് സ്വർഗം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇന്ന് എല്ലാ മുസ്ലിംസും ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സന്തോഷം? അതൊന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലേ? സന്തോഷം എന്താണ്? ഇപ്പോ ഞാനൊരു മുസ്ലിം അല്ല. എൻ്റെ ഉപ്പയും ഉമ്മയും സ്വർഗത്തിൽ പോകുന്നു. അവർ മുസ്ലിമാണ് എന്ന പേരിൽ കർമ്മങ്ങൾ കൃത്യമായി ചെയ്തു എന്ന പേരിൽ അവർ സ്വർഗത്തിൽ കടക്കുന്നു. ഞാനൊരു മുസ്ലിം അല്ല. ഞാൻ എൻ്റെ മക്കളെ ഈ പൊട്ടത്തരം പഠിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവരും മുസ്ലിം ആവില്ല. അപ്പോ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ മകനും അവരുടെ പേരക്കുട്ടിയും ഒന്നുമില്ലാത്ത ഒരു സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് അവരവിടെ പിന്നെ സന്തോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ഓരോരുത്തരും സന്തോഷം ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആളുകളും എൻ്റെ കുടുംബം, എൻ്റെ കൂട്ടുകാർ എല്ലാവരുമുള്ള ഒരു നമ്മൾ ഒരുമിച്ച് കഴിയുന്നതും നമ്മളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ചേർന്ന് പങ്കുവെക്കുന്നതാണ് സന്തോഷം എന്ന് പറയുന്നത്. അതാണ് സന്തോഷം. അതല്ലാതെ നിങ്ങൾ അനന്തമായ ഒരിടത്ത് പോയി കുറെ പെണ്ണും കള്ളും കഞ്ചാവും നമുക്ക് വേറെന്തൊക്കെയോ കിട്ടും എന്ന് പറയുന്നവരടുത്ത് പോയിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങൾ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ ആളുകളില്ലാത്ത എന്താണ് നിങ്ങൾ സന്തോഷം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്? എനിക്ക് പറ്റൂല. എൻ്റെ എൻ്റെ ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഞാൻ സ്വർഗത്തിൽ പോവുകയാണെന്ന് വിചാരിക്കുക. എൻ്റെ ഫ്രണ്ട്സ് ഇല്ലാതെ അവരൊക്കെ നരകത്തിൽ വെന്ത് പൊരിഞ്ഞു കിടക്കുന്നത് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ്, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ആളുകൾ, കൂടെ വർക്ക് ചെയ്യുന്നവര്, ഞാൻ ചെറുപ്പം മുതൽ വളർന്ന വീടിന്റെ അടുത്തുള്ള ആളുകൾ, ഇവരെല്ലാവരും പല മതത്തിൽ പല ജാതിയിലുള്ളവരാണ്. ഇവരൊക്കെ നരകത്തിൽ അനന്തമായി വെന്ത് പൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്ന എന്താണ്, നമ്മൾ ദിവസം മദ്രസയിൽ പോയിട്ട് പഠിക്കുന്ന ഇതാണ്, ഇവരൊക്കെ നരകത്തിന്റെ വർഗ്ഗുകൊള്ളികളാണ്, നമ്മളൊക്കെ സ്വർഗത്തിൽ കളിച്ചും ചിരിച്ചും ജീവിക്കാൻ പോകുന്നവരുമാണ്. ഇത് അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ പറയുന്ന ഫ്രണ്ട്സിന്റെ അടുത്തായാലും സ്കൂളിൽ പോയിട്ടായാലും വർക്ക് ചെയ്യുന്നിടത്തായാലും പോയിട്ട് ഇവരോട് കളിക്കും ചിരിക്കും ചെയ്ത് നടക്കുന്നത്. എങ്ങനെയാണ് നമുക്കതിന് സാധിക്കുന്നത്? നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ അതിന് സാധിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഒരിക്കലും ഇങ്ങനത്തെ വർത്താനം പറയില്ല എന്നും ഇങ്ങനത്തെ വർഗീയ സ്വഭാവം കാണിക്കില്ല എന്നും, അതൊക്കെ എന്താ പറയാ, അങ്ങനെയൊന്നും ഒരു ദൈവത്തിന് ചെയ്യാൻ കഴിയില്ല എന്നും. കാരണം നമ്മളെ മനുഷ്യർക്കുള്ള ഒരു ധാർമ്മികത പോലും, ഒരു തിരിച്ചറിവ് പോലും ഒരു ദൈവത്തിന് ഇല്ല എന്ന തിരിച്ചറിവാണ്. അല്ലെങ്കിൽ ഈ ആഹ്വാനം ചെയ്യുന്ന ഒരു സ്വർഗം അതെനിക്ക് വേണ്ട. ഈ പറയുന്ന മണ്ടത്തരം എത്ര പേർക്ക് മനസ്സിലാകും എന്നെനിക്കറിയില്ല. എന്തായാലും ആ സ്വർഗവും ഈ പറയുന്ന അള്ളാഹുവിന്റെ നീതിയും ഒരു നീതിയല്ല എന്നും ഇതല്ല നമുക്ക് വേണ്ടത് എന്നും ഉള്ള തിരിച്ചറിവാണ് എന്നെ ഒരു സ്വതന്ത്ര ചിന്തകനാക്കി മാറ്റിയത്. അപ്പോ ആ ഒരു പോയിന്റിൽ എത്തിയപ്പോ ഞാൻ ആകെ കയ്യിന്ന് പോയ അവസ്ഥയിലായിരുന്നു കുറച്ച് ദിവസം. കാരണം ആഹ് ഇങ്ങനെ ഒന്നുമില്ല എന്നും ഇതൊക്കെ തെണ്ടിത്തരമാണ് എന്നും ഈ ദൈവം എന്ന് പറയുന്നത് വെറും ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമായിരുന്നു എന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയം തന്നെ. കാരണം നമ്മുടെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും നമ്മൾ വിശ്വസിച്ച് പോന്നിരുന്ന ഒരു കാര്യം തെറ്റാണ് എന്ന് അറിയുമ്പോൾ, ഇപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മളെ ഉപ്പയാണെന്ന് വിചാരിച്ച ആൾ ഉപ്പയല്ല എന്നൊക്കെ പെട്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ. അതുപോലത്തെ ഒരു സാധനമാണ് ഈ ഈ വിശ്വാസം എന്ന് പറയുന്നതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് വന്ന ചോദ്യം, അപ്പൊ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? ഇപ്പോ ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്. കാരണം എനിക്കൊരു ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യരുത് എന്നും ഒക്കെ കൃത്യമായി എന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്നു.
അപ്പൊ ഇതൊക്കെ പൊട്ടത്തരമാണെന്ന് മനസ്സിലാവുമ്പോ, അപ്പൊ ഇനി എന്താണ് ജീവിതം? ഇനി ജീവിതത്തിന് ലക്ഷ്യമുണ്ടോ? എന്നുള്ള കുറെ ചോദ്യങ്ങൾ എനിക്ക് വന്നു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ. എന്തായിരുന്നു അള്ളാഹുവിന്റെ ആഹ്വാനത്തിൽ ഉണ്ടായിരുന്ന ഏഹ്, സ്വർഗത്തിന്റെ ലക്ഷ്യമെന്താണ്? അതായത് അനന്തമായ, സന്തുഷ്ടമായ ഒരു സ്വർഗം. അപ്പോ അതിൽ അനന്തമായ ഒരു സാധനം കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോ ഇനിയുള്ളത് സന്തുഷ്ടതയാണ്. അതായത് സന്തോഷം. സന്തോഷത്തിന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? അപ്പൊ എന്താണ് സന്തോഷം? ഓരോരുത്തരുടെയും സുരക്ഷ, സ്വാതന്ത്ര്യം ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട്, ഇതിനെല്ലാം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഇന്ന് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകം മുഴുവൻ ഇന്ന് അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പോ ലോകത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോ UDHR എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് മതമേതാകട്ടെ, രാജ്യം, രാഷ്ട്രം, ദേശം ഇതൊന്നും പ്രശ്നമല്ല. മനുഷ്യരെല്ലാവരും തുല്യരാണെന്നും അവർക്ക് ഓരോരുത്തർക്കും തുല്യത ഉണ്ട് എന്നും അത് നിർബന്ധമാക്കൽ, അതായത് അവർക്കത് കിട്ടുന്നു എന്ന് നിർബന്ധമാക്കൽ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ കടമയാണ് എന്ന് വരെയുള്ളിടത്താണ് നമ്മുടെ ലോകം ഇന്ന് എത്തി നിൽക്കുന്നത്. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് എവിടെയാണ്? എവിടേക്കാണ്? നമ്മുടെ സ്വാതന്ത്ര്യം. അതായത് ഓരോ മനുഷ്യനും സ്വതന്ത്രരാണ് എന്നും ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യം ഉണ്ട് എന്നും മനസ്സിലാക്കുന്നിടത്തേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്. അപ്പോ ഈ പറഞ്ഞ സ്വാതന്ത്ര്യം അത് തന്നെയാണ് ജീവിതം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം എന്ന് പറയുന്നതില്ല. അത് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണ്. ഇപ്പോ നമ്മള് കുട്ടികളാകുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ എന്താണ് നിന്റെ എയിം? ഇപ്പോ എനിക്ക് പൈലറ്റ് ആവണം, എനിക്ക് ഡോക്ടർ ആവണം, പലരും പലതും പറയാറുണ്ട്. അവരുടെ അഭിരുചിക്കനുസരിച്ച് ജീവിച്ച് ജീവിതം കഴിക്കുന്നു. അത്രയേ ഉള്ളൂ. അതാണ് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമുക്ക് എന്തോ വേറെ എന്തോ കിട്ടാനുണ്ടെന്നും അവിടെ ജീവിതത്തിന്റെ ഒരു എൻഡ് പോയിന്റ് ആയിട്ട് ഒരു ലക്ഷ്യമുണ്ട് എന്നും വിചാരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മള് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഇത്ര ആഘോഷിക്കുന്ന വേറൊരു ആഘോഷം ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ നമ്മളതൊക്കെ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നതും നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും സ്വാതന്ത്ര്യമാണ്. എന്നാൽ മതത്തിൽ നിങ്ങൾ ഏതെങ്കിലും മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹനിക്കപ്പെടുന്നത് ഇതേ സ്വാതന്ത്ര്യമാണ്. ഇനി നമുക്കൊന്ന് എടുത്തു നോക്കാം. നമുക്ക് എവിടെയാണ് നമ്മുടെ മതത്തിൽ സ്വാതന്ത്ര്യം ഉള്ളത്? വിശദമായിട്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അതൊക്കെ വേറൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളോട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് എവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത്? നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ലോകം മുഴുവൻ ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങൾ എവിടെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്? നിങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഇനി വരുന്ന ഒരു തലമുറയെ അല്ലെങ്കിൽ ബാക്കി തലമുറകളെ മുഴുവൻ സ്വാതന്ത്ര്യം അനുഭവിക്കാത്തവരാക്കി മാറ്റാനും കൂടെയാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ന് ഞാൻ പറയുന്നതുകൊണ്ട് ആർക്കും പേഴ്സണലി തോന്നണ്ട. ഞാൻ ഈ മതത്തിന്റെ ഐഡിയോളജിനെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് വിടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? നിങ്ങൾക്ക് മുടി വളർത്താൻ, താടി വെക്കാൻ, എന്തിന്? കക്കൂസിൽ പോകുമ്പോൾ പോലും ചെല്ലാനുള്ളതും ഏത് കാല് വെക്കണമെന്നും മതം പറയുന്നത് കേട്ടിട്ടല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടാല്, നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ കുടുംബക്കാർ എന്ത് പറയും? അതായത് യാ നമ്മളൊരു ഒരു കൈ കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അതിന് പോലും ഇല്ല, ലിറ്ററലി ഒന്നിനും ഇല്ല. സോ ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. സ്വാതന്ത്ര്യമാണ് ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുക. അതായത് നിങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനും അതേ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട്
രണ്ടുപേർക്കും എങ്ങനെ നമ്മുടെ ജീവിതം എത്രത്തോളം സർവൈവൽ ഈസി ആക്കാൻ പറ്റും എന്നത് ആലോചിക്കുക. അതിനുവേണ്ടി രണ്ടുപേരും ചേർന്ന് പ്രയത്നിക്കുക. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യമൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് മതത്തിൽ നിന്ന് വിട്ടു നിന്നാലേ ഇതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റും. അല്ലെങ്കിൽ എന്താണ്, ഒമാ തശാഉന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, ഞാൻ ചിന്തിച്ചാലല്ലാതെ നീ ചിന്തിക്കുക പോലുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോ ആ മണ്ടൻ ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യനായി ചിന്തിക്കുക. കാരണം നിങ്ങൾ ഒരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ ആരുടെയും അടിമയല്ല. നിങ്ങൾ ആർക്കും അടിമത്തം എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ആരാണ് എന്നെ പറ്റിച്ചത്? ഈ പറഞ്ഞ കൂട്ടരൊന്നുമല്ല എന്നും അത് ഞാൻ തന്നെയാണ് എന്നെ പറ്റിച്ചത് എന്നുള്ള എൻ്റെ തിരിച്ചറിവുണ്ടല്ലോ. കാരണം എനിക്കൊരു ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ ഞാൻ യൂസ് ചെയ്യാതെ എനിക്ക് കിട്ടിയത് എന്താണോ അതിങ്ങനെ വിശ്വസിച്ചതേപോലെ പോകുന്നു. എൻ്റെ ഉപ്പ ഒരു കള്ളുകുടിയനായിരുന്നു, അതുകൊണ്ട് ഞാനും കള്ളുകുടിക്കുന്നു, എൻ്റെ മക്കളോട് ഞാനത് ചെയ്യാൻ പറയുന്നു എന്ന് പറയുന്നത് എത്രത്തോളം പരിഹാസ്യമാണ്, അത്രത്തോളം പരിഹാസ്യമാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തു വന്നിട്ടുള്ളത്. ഞാൻ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞ ഗോഡ് ഡിലോഷൻ എന്ന ബുക്കിൽ പുള്ളി പറഞ്ഞ അതേ ഉത്തരമാണ് എനിക്കും പറയാനുള്ളത്. സത്യം പറയാൻ ആരെങ്കിലും വേണം. മതപുരോഹിതന്മാർക്ക് അതിനാവില്ല. അവർ സഭയിൽ നിന്നും പുറത്താക്കപ്പെടും. പിന്നെ ടീച്ചർമാരും പ്രൊഫസർമാരും അവർക്കും പറയാൻ കഴിയില്ല. കാരണം അവരുടെ ജോലിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. പിന്നെയുള്ളത് കച്ചവടക്കാരും മറ്റുമാണ്. അവർക്കും പറയാൻ കഴിയില്ല. അവരുടെ കസ്റ്റമേഴ്സിനെ അവർക്ക് നഷ്ടപ്പെടും. പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയണ്ടല്ലോ. അവനക്ക് അവന്റെ അന്നം മുട്ടുന്ന പ്രശ്നമാണ്. സോ ഈ പണി ചെയ്യാമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറയാം. പുള്ളി പറഞ്ഞു, നമ്മൾ ഗ്രീസിലാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോളോ അല്ലെങ്കിൽ സ്യൂസ് എന്ന് പറയുന്ന ദൈവത്തെ ആയിരിക്കും നമ്മൾ ആരാധിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഡെൻമാർക്ക്, സ്വീഡൻ ഇവിടെയൊക്കെ, അതായത് നമ്മുടെ വൈക്കിങ്സിലാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തോർ അല്ലെങ്കിൽ വോട്ടൻ ഈ പറയുന്ന ദൈവങ്ങളായിരിക്കും നമ്മൾ ആരാധിക്കുന്നത്. സോ ഇതൊക്കെ നമ്മൾ ജനിക്കുന്ന പാരൻസ് ഏത് മതമായിരുന്നോ അതേ മതത്തിൽ നമ്മൾ തുടരും. ഇത്രയേ ഉള്ളൂ. അതല്ലാതെ നമ്മളൊരു മതത്തിൽ ജനിക്കുന്നത് ഒരു സവിശേഷമായ കാര്യമായതുകൊണ്ടോ അല്ലെങ്കിൽ ആ ജനിക്കുന്ന മതം ഒരു സവിശേഷ മതമായതുകൊണ്ടോ ഒന്നുമല്ല. നമ്മൾ യാതൊരു സവിശേഷതയും ഇല്ലാത്തവരാണ്. നമ്മൾ വെറും മനുഷ്യരാണ്. ഇത് കൈമാറി കൈമാറി വരുന്ന ഈ ഒരു പാരമ്പര്യം മാത്രമാണ്. ഇതിനെയെല്ലാം ഒരു കഥ മാത്രമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബാലരമ അല്ലെങ്കിൽ കളിക്കുടുക്കയിലെ കുട്ടൂസനും മായാവിയും ഒക്കെ പോലത്തെ ഒരു കഥാപാത്രങ്ങളായിട്ട് നമ്മൾ ദൈവത്തിനെയും ഇവരൊക്കെ കാണുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നമ്മൾ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ജീവാവസാനം വരെ നമ്മൾ പാലിക്കേണ്ടത് ഇവർ ചെയ്ത പോലെയാണ് എന്നും മായാവി എങ്ങനെയൊക്കെയാണ് പല്ല് തേച്ചത് അതുപോലെയാണ് നമ്മൾ തേക്കേണ്ടത് എന്നൊക്കെ വിചാരിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടം, ഈ മതം ഉണ്ടായ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ മാത്രമാണ് ഓരോ മതത്തിനും ആഹ്വാനം ചെയ്യാനുള്ളത്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോ ഇത് 7-ാം നൂറ്റാണ്ടിലെ ഒരു കഥയാണെങ്കിൽ ഇസ്ലാം എന്നത്, നമ്മൾ അവിടുത്തെ ആ 7-ാം നൂറ്റാണ്ടിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണിത്. അതുകൊണ്ടാണ് അടിമത്തം ഹലാലാവുന്നത്. അതുകൊണ്ടാണ് ചെറിയ കുട്ടിനെ കല്യാണം കഴിക്കുന്നത് കുഴപ്പമില്ലാതാവുന്നത്. ഇതൊന്നും നമ്മുടെ ഇന്നത്തെ ധാർമ്മികതയ്ക്ക് ഒത്തുപോകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, ഖുർആൻ എന്ന് പറയുന്നതും അള്ളാഹു എന്ന് പറയുന്നതും കാലാകാലത്തേക്ക് കൊടുത്തയക്കപ്പെട്ട ഒരു സാധനമല്ല. അത് ആ കാലത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രം ഉണ്ടായിരുന്ന ആളുകളെ ഒരുമിപ്പിച്ച് ഒരു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം മാത്രമാണ് എല്ലാ മതങ്ങളും. ഈ ഒരു തിരിച്ചറിവിലേക്ക് വരിക, റിയലൈസ്. പിന്നെ ദൈവം എന്നത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ദൈവത്തെ വിളിക്കാറുള്ളൂ. പണ്ട് ഈ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തോർ എന്നൊക്കെ പറയുന്ന ദൈവം ഇടി, മഴ ഇതിന്റെയൊക്കെ ദേവതയായിരുന്നു. അപ്പോ ഇതിലുള്ള രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സയൻസ് പുരോഗമിക്കാത്ത കാലഘട്ടത്തിൽ ഈ മഴ പെയ്യുന്നതും ഇടിവെട്ടുന്നതും മിന്നലെറിയുന്നതൊക്കെ കാണുമ്പോ ഇവര് വിചാരിക്കുന്നത് ഇതൊക്കെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതൊരു ദേവതയാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ സയൻസിന്റെ പുരോഗതിയോട് കൂടിയിട്ട് ഇതെന്താണ് മഴ പെയ്യുന്നത്, മഴ പെയ്യുന്നതിന്റെ കാരണം ഇതുകൊണ്ടാണ് മഴ പെയ്യുന്നത്, ഇത്രയേ ഉള്ളൂ. അപ്പോ അത് വന്നതോടു കൂടി എന്തായി, ആ ദൈവത്തിന്റെ പേര് അവിടെ നിന്ന് അങ്ങോട്ട് ഇല്ലാതായി. അവിടെ ആ ഒരു ഗ്യാപ്പ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന, ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് അവിടെ ഫില്ലാവുകയാണ്.
അതാണ് സയൻസിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണത്. സയൻസ് ഒരു കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ദൈവത്തിന്റെ പേരിടില്ല. നമുക്ക് ഇന്നും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് നാളെ സയൻസ് കണ്ടെത്തും. നമുക്ക് ഇന്നലെ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനെല്ലാം നമ്മൾ ദൈവം എന്ന് വിളിച്ചിരുന്നു. അത് ഇന്ന് സയൻസ് കണ്ടെത്തി. ഇന്ന് നമ്മളതിനെ ദൈവം എന്ന് വിളിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. അത് തിരിച്ചറിയുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിറ്റ്മസ് ടെസ്റ്റ് നടത്താം. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഓരോ കാര്യവും നിങ്ങൾക്ക് ഇതുപോലെ എടുത്തു നോക്കി പരിശോധിക്കാം. എവിടെയാണ് ദൈവം നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് തിരിച്ചറിയാം. ഇനി ഇതിലുള്ള മറ്റൊരു പ്രശ്നം അതും കൂടെ ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ ഒരു ദൈവവിശ്വാസിയാകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസ്പോൺസിബിൾ ആവാൻ പറ്റുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം നന്മയും തിന്മയും എല്ലാം ദൈവത്തിൽ നിന്നാണ് എന്ന് അറിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് റെസ്പോൺസിബിൾ ആവാൻ കഴിയുക? കാരണം അയാളല്ല ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ചു, ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. സോ ഒരു കാര്യത്തിലും അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയില്ല പൂർണ്ണമായിട്ട്. ഇനി എങ്ങനെയാണ് ഒരാളെ നമുക്ക് നന്ദി പറയാൻ കഴിയുക? ഇപ്പൊ നമുക്ക് ഒരാൾ സഹായം ചെയ്തു തന്നു, ഫുഡ് കൊണ്ടുവന്നു തന്നു, അല്ലെങ്കിൽ നമുക്ക് കടം തന്നു പൈസ. അയാളോട് എങ്ങനെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് നന്ദി കാണിക്കാൻ പറ്റുക? കാരണം അയാളോട് ജസ്റ്റ് ഒരു താങ്ക് യു പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നന്ദി പറയുന്നത് ആർക്കാണ്? ദൈവത്തിനോടാണ്. ദൈവം അവിടെ എന്താ ചെയ്തത്? ഈ സാങ്കല്പിക കഥാപാത്രം എന്നൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്, ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. നമ്മുടെ മനുഷ്യർക്ക് നമ്മൾ നൽകേണ്ട കുറെ വാല്യൂസ് ഉണ്ട്. അതൊക്കെ ഈ പറയുന്ന സാങ്കല്പിക കഥാപാത്രം തട്ടിയെടുക്കുകയാണ്. ഈ മതങ്ങൾക്ക് നമ്മളെ അന്ധവിശ്വാസികളായി നിലനിർത്താൻ മാത്രമല്ല കഴിയും, നമ്മളെ നല്ല അസല് പൊട്ടന്മാരാക്കി നിലനിർത്താനും കഴിയും. അത് മതത്തിന്റെ ഒരു ഗുണം കൊണ്ടൊന്നുമല്ല. ആ മതം ഉണ്ടായിട്ടുള്ള ആ കാലം ഞാൻ പറഞ്ഞല്ലോ, അവിടേക്ക് നമ്മൾ ആധുനികതയിൽ നിന്നുകൊണ്ട് അവിടേക്ക് എത്തി നോക്കുമ്പോൾ നമ്മൾ സ്വയം പൊട്ടന്മാരാവുന്നതാണ്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഇപ്പോ നമ്മളൊരു ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയാണ്. ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെയാണ് ചെടികളും മരങ്ങളൊക്കെ വളരുന്നത് എന്ന് നമ്മൾ പഠിക്കുക. അതിന് സൂര്യരശ്മി അല്ലെങ്കിൽ സൂര്യന്റെ സൺലൈറ്റ് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയക്ക് അത്യാവശ്യമാണ്, സൂര്യനില്ലാതെ ഇത് ഒരിക്കലും സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ട് അടുത്ത പീരീഡിൽ നമ്മൾ അറബിക് ക്ലാസ്സിൽ പോയിരിക്കുക. അവിടെ നമ്മൾ പഠിക്കുന്നു, അള്ളാഹു അവന്റെ സൃഷ്ടിപ്പ് തുടങ്ങി ഇത്ര ദിവസം ഇത്ര ദിവസം. അതിൽ രണ്ടാമത്തെ ദിവസം അവൻ എന്താ പറയാ, സൂര്യനെ ദിവസങ്ങൾ സൃഷ്ടിച്ചു, രാവും പകലും ഒക്കെ സൃഷ്ടിച്ചു രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം ചെടികളും സസ്യങ്ങളും മറ്റുമൊക്കെ വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് നാലാമത്തെ ദിവസം ആണ് ചന്ദ്രനെയും സൂര്യനെയും സൃഷ്ടിക്കുന്നത്. അത് ഖുർആനിലും അതെ ബൈബിളിലും അതെ സെയിം കഥയാണ്. അത് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചായതുകൊണ്ട് തന്നെ ഖുർആനിൽ അങ്ങനെ വന്നു, അത്ര കാര്യമാക്കേണ്ടതില്ല. അപ്പോ ആലോചിക്കുക, സൂര്യനും ചന്ദ്രനും ഇല്ലാതെ എങ്ങനെയാണ് ദിവസവും രാത്രി ഉണ്ടാകുന്നത്? ഈ ദിവസവും രാത്രി എന്ന് പറയുന്നത് ഒരു സാധനമാണോ അതോ സൂര്യന്റെ വെളിച്ചത്തിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ആണോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മതത്തിൽ നിന്നൊന്ന് പുറത്തിറങ്ങി നിന്നിട്ട് ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫോട്ടോസിന്തസിസ്, സൂര്യൻ ഉണ്ടാക്കിയിട്ടുള്ളത് നാലാമത്തെ ദിവസം, ചെടികളും മറ്റും പിടിപ്പിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ദിവസം. അപ്പോ മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസം കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്തായാലും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ ഒരു വിശ്വാസിയെ ഇത് കേൾക്കുമ്പോൾ അത് എന്നിട്ട് വീട്ടിൽ പോകുമ്പോൾ ആ കുട്ടിനോട് വീട്ടിൽ നിന്ന് പറയുന്നത് എന്താണ്? ഈ അറബിക് ക്ലാസ്സിൽ കേട്ടതാണ് എനിക്ക് കാര്യമായിട്ട് പഠിക്കേണ്ടത്, കാരണം അതാണ് നിനക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം. സയൻസ് എന്തൊക്കെ വലിയ കാര്യമുള്ള പരിപാടിയൊന്നുമല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്രത്തോളം വിഡ്ഢികളായി. ഇതൊക്കെ ഒരു ഒറ്റ വിഷയമാണ്, ഇതുപോലത്തെ എത്ര വിഷയങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിന്റെ അടിയിൽ റിയലൈസ് ആൻഡ് റിഫോം എന്ന് കൊടുത്തിട്ടുള്ളത്. തിരിച്ചറിയുക, തിരുത്താൻ തയ്യാറാവുക, മനസ്സിലാക്കുക, മാറ്റത്തിന് വിധേയമാവുക. അതിൽ തന്നെയാണ് കാര്യം. അതല്ലാതെ ഞാൻ ഇത്രയും കാലം ചെയ്തു വന്നത് ഇതല്ലേ, ഇനിയും അത് തന്നെ തുടരാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയില്ലായ്മയാണ്. ഞാനും ഇതുപോലെ ചിന്തിച്ച ഒരാളായിരുന്നു. ഞാൻ ചെയ്തത് ഇത്രയും കാലം ചെയ്തത് തെറ്റാണെന്നും ഞാൻ ഇനിയെങ്കിലും ഞാൻ ശരിയാണ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കിയ ഒരു പോയിന്റിൽ ഞാൻ എന്നിൽ തന്നെ മാറ്റം വരുത്തി. ഈ മതം വിടുക, ലിബറേറ്റ് ആവുക, അല്ലെങ്കിൽ ഫ്രീ തിങ്കർ ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കുറ്റമായിട്ടാണ് എല്ലാവരും കാണുന്നത്, മതത്തിലുള്ളവർ ട്ടോ. ഇവരെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇവൻ എന്തോ ഒരു മോശപ്പെട്ടവനാണ് എന്നുള്ളതാണ്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരാണ് ശരിയായ മോശപ്പെട്ടത് ചെയ്യുന്നതും അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും?
നമ്മളിവിടെ പറയുന്നത് എല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും ഒരേപോലെ എല്ലാതും കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഈ ലോകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു പങ്കാളിയാവാനാണ് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫ്രീ തിങ്കിങ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഞാനും നീയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നും നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നും നമ്മൾ ജീവിക്കേണ്ടത് എനിക്കെത്രത്തോളം ഈസി ആയിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുമോ അത്രത്തോളം ഈസി ആയിട്ട് നിന്റെ ജീവിതവും ഈസി ആക്കി തരാൻ ഞാൻ സഹായിക്കേണ്ടവനാണ് എന്ന ബോധ്യവും കൂടെ വരുമ്പോഴാണ് നമ്മളൊരു റിയൽ ഫ്രീ തിങ്കർ ആവുന്നത്. അതല്ലാതെ എന്റെ മതം, എന്റെ ആളുകൾ, എന്റെ സമുദായം എന്ന് ചിന്തിക്കുന്ന ആ ക്രൂഡഡ് ആ ഒരു ബ്രൂട്ടൽ മൈൻഡ് അവിടുന്ന് മാറിക്കൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണെന്നും നമുക്ക് എല്ലാവർക്കും വേണ്ടത് നന്മയാണ്, നല്ല കാര്യങ്ങളാണ് എന്നതും ചിന്തിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ മനുഷ്യനാവാൻ തുടങ്ങുന്നത്. സോ എന്തായാലും ഞാൻ എല്ലാവരെയും ഫ്രീ തിങ്കിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതൊരു ഗ്രൂപ്പോ കമ്മ്യൂണിറ്റിയോ ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വതന്ത്രരാക്കുകയാണ്. അതാണ് ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞാൽ. അതല്ലാതെ ഇതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കൊരു ഗ്രൂപ്പില്ല, ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളെ ലിബറേറ്റ് ചെയ്യുക. നിങ്ങൾ ഈ മണ്ടൻ ആശയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ചീത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന ബോധ്യം വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മാറി നല്ല കാര്യത്തിലേക്ക് തിരിയുക. നിങ്ങളെ കംഫർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഒരു കാര്യം കൂടെ പറയാം തീർക്കണതിന്റെ മുന്നേ. ഞാൻ അത്യാവശ്യം ആൽക്കഹോളും വലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ മതം വിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ മതം എനിക്ക് തരുന്നത് എന്തായിരുന്നു? ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷം, എന്തൊക്കെ ഒരു സുഖം തന്നിരുന്നു മതം. അള്ളാഹുവിനെ പ്രകീർത്തിക്കുമ്പോൾ, ഞാൻ നിസ്കരിക്കുമ്പോൾ, ഞാൻ ഓതുമ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് ഒരു കംഫർട്ടായിരുന്നു. അപ്പോ ഈ ഒരു കംഫർട്ടിന് വേണ്ടി ഞാൻ ചെയ്തിരുന്നത് ഒരു മോശം കാര്യമാണെന്ന് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞോ അന്ന് ഞാൻ അത് വിട്ടു. എന്നിട്ടും ഞാൻ കുടിയും വലിയും ഞാൻ നിർത്തിയില്ല എന്ന ചിന്ത എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അന്ന് നിർത്തിയതാണ് ഞാൻ. ഞാൻ പിന്നെ ആ ഒരു സാധനങ്ങളും ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ല എന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതാണ്. സോ ഇതൊക്കെയാണ് ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ വെറുതെ ഒരു മതം വിടുക, ഒരു ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നതിലൊന്നും കാര്യമില്ല. നമ്മൾ ഫ്രീ തിങ്കർ ആവുമ്പോ നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറി മറിയാണ്. ഒരു ബെറ്റർ വേൾഡിന് വേണ്ടി എല്ലാവരും ഒരുപോലെ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു 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 ലോകം നമുക്ക് കാണാൻ കഴിയും. അതിലും മനോഹരമായിട്ട് നമുക്ക് എന്താ അവിടെ ചെയ്യാൻ കഴിയുക? എല്ലാവരും ഇതുപോലെ ചിന്തിച്ചാൽ, എല്ലാവരും ഇതുപോലെ മാറിക്കഴിഞ്ഞാൽ ഈ ലോകത്തിനേക്കാൾ വലിയ സ്വർഗം വേറെ എന്താണുള്ളത്? എന്തായാലും താങ്ക് യു സോ മച്ച്. എന്നെ കേട്ടിരുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. സമയം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ അടുത്തത് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്.